സാക്ഷിമൊഴികൾ കിട്ടുന്നു. രണ്ടുപേരും അകത്തേക്ക് കയറിയെന്നല്ലോ കണ്ടതായിട്ടുള്ള സാക്ഷിമൊഴികൾ കുറച്ചു പേരുണ്ട് അങ്ങനെ പറയുന്നത്. പക്ഷെ ബാക്കി നമ്മൾ നോക്കണം. എല്ലാവരും ആയിട്ടില്ല. ഡിജിറ്റൽ തെളിവുകളുടെ ഒരു എങ്ങനെയാണത്? ഇപ്പോൾ CCTV അല്ലെങ്കിൽ രജിത്തിന്റെ ഫോണോ ഒക്കെ സീസ് ചെയ്ത് ഫോറൻസിക്കിന് കൊടുത്തു. CCTV എവിഡൻസ് ഒന്നും തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഫോൺ നമ്മൾ സീസ് ചെയ്തിട്ടുണ്ട്, ഫോൺ എടുത്തിട്ടുണ്ട്. ഈ CCTVയുടെ ബാക്കപ്പ് ഇല്ലാന്നുള്ളത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാൻ അങ്ങനെ എന്തെങ്കിലും നമ്മൾ അത് ചെയ്തിട്ടില്ല നമ്മൾ. ആ വാഹനത്തിന്റെ ഉള്ളിൽ CCTV ഇല്ല. ബാക്കി നമ്മൾ നോക്കണം, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ. പരാതി ഈ പെൺകുട്ടി ICC കൊടുക്കുകയോ അല്ലെങ്കിൽ അവിടെ സെറ്റിൽ ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്ന ആർക്കെങ്കിലും അറിയുകയോ അവരത് മൂടി വെക്കാനുള്ള ശ്രമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പ്രാഥമികമായി അന്വേഷിക്കുമ്പോൾ മറ്റാർക്കെങ്കിലും അറിയായിരുന്നു? മറ്റാൾക്കാരോട് ഇവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരുടെ കൺവീനിയൻസ് ആണല്ലോ, ഇവരുടെ കംഫർട്ട് അനുസരിച്ചല്ലേ കംപ്ലൈന്റ് ഫ്രണ്ടിലോട്ട് വരണമെങ്കിൽ അവർ തന്നെ വരണമല്ലോ. അപ്പൊ അതിനെടുക്കുന്ന ഒരു സമയം മാത്രമാണ്. ഇല്ല, അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. മാഡം, ഈ സെറ്റില് ഈ പരാതി മറച്ചു വയ്ക്കാനുള്ള ശ്രമം നടന്നു എന്നുള്ളൊരു ആക്ഷേപം വരുന്നുണ്ടല്ലോ. അപ്പൊ അതില് നമ്മൾ എന്തെങ്കിലും അങ്ങനെ കൂടുതൽ അന്വേഷണം ഉണ്ടാവുമോ, അങ്ങനെ മറച്ചു വെച്ചു എന്നുള്ള രീതിയിൽ? ഇപ്പൊ കംപ്ലൈനന്റ് ഞാനാണെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ എപ്പോൾ പോകണം, ആരുടെ മുമ്പിൽ പോകണം എന്നുള്ളത്, അപ്പൊ അതാണ് അവർ ചെയ്തിട്ടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇല്ല, അവരുടെ കംഫർട്ട് അനുസരിച്ചാണ് അവരിപ്പോ വന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഏകദേശം എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇലക്ഷന്റെ ഒരു തിരക്കായത് കാരണം ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ പിന്നെ സമീപിക്കും. ഫോണിൽ നിന്ന് അവര് വിളിച്ചിട്ടുണ്ടെന്നുള്ളത് മാത്രം കിട്ടുന്നുണ്ട്. ഇപ്പം അക്യൂസ്ഡ് ആണെങ്കിലും സെറ്റിൽ നിന്ന് ഇവര് പോയതിനു ശേഷം വിളിച്ചിട്ടുണ്ട്, തിരിച്ചു വരാൻ പറയാനായിരിക്കും വിളിച്ചിട്ടുണ്ട്. അതെ, അതിപ്പോ സെറ്റിൽ നിന്ന് ഒരു വർക്കർ പോകുമ്പം ഓണർ കോൺടാക്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ ഒരു രീതിയിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ല, അത് കോൾ മാത്രമാണ്. സിനിമയിൽ പിന്നീട് തുടർന്നുല്ലേ ഈ സംഭവത്തിന് ശേഷം? ഇത് പറയുന്നത് ഒരേ സീൻ മാത്രം ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ സീനിന്റെ ഷൂട്ടിങ്ങിന് എന്തോ തടസ്സം ഉണ്ടായിരുന്നു, അങ്ങനെയാണ് പറഞ്ഞത്. ഓപ്ഷണൽ ആയിരുന്നു. ഇൻസിഡന്റിന് ശേഷം രഞ്ജിത്ത് പെൺകുട്ടിയോട് സെറ്റിൽ സംസാരിക്കുക അങ്ങനെ അന്നാണ് അപ്പൊ അവര് പോയി എന്നറിഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അത് അവര് അറ്റൻഡ് ചെയ്തതായിട്ട് കാണുന്നില്ല. ഭീഷണി ഉണ്ടായതായിട്ട് എന്തെങ്കിലും മൊഴി വരുന്നുണ്ടോ മാഡം? ഈ ഭീഷണി ഉണ്ടായതായിട്ട് പറഞ്ഞിട്ടില്ല.